ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാജിക് സ്റ്റോറി മേക്കർ. കുറെ ദിവസമായി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡ് കാണാം. വെബ് സീരീസിന്റെ പേര് പറയാത്തത് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് എപ്പിസോഡ് 1 സ്കൂൾ പയ്യന്മാരടിക്കുന്ന ജിന്നിന്റെ വീഡിയോ വല്ലാതെ വൈറലാകുന്നതാണ്. അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ എതിർത്തും കുറെ ആൾക്കാർ രംഗത്ത് വരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് സ്കൂളിലെ പാവപ്പെട്ട കുട്ടികളെ ബുള്ളി ചെയ്യുന്നത് തടയുന്നതിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീം അത്യാവശ്യമെന്നാണ്. എന്നാൽ മറുവശത്തുള്ളവർ പറയുന്നത് സ്റ്റുഡൻസിന്റെ മേത്ത് കൈവയ്ക്കുന്നത് വലിയ തെറ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ടീമിന്റെ ആവശ്യമില്ല എന്നാണ്. പുറത്ത് ഇതിനെ ചൊല്ലി വലിയൊരു പ്രതിഷേധം തന്നെ ആള് കത്തുന്നുണ്ട്. ഇതൊക്കെ ഓഫീസിനുള്ളിൽ ഇരുന്ന് നമ്മുടെ ചോയും ഹീറോയും ജനലിലൂടെ കാണുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, എന്താ സാറേ, എന്റെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണല്ലോ, എനിക്കെതിരാണ് ഈ പ്രതിഷേധമൊക്കെ, ഇതൊന്നും തടയാൻ വല്ല വഴിയുമുണ്ടോ? അതിന് ചോ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യാ, 1-2 പേരാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെങ്കിൽ നോക്കാമായിരുന്നു, ഇതിപ്പോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഇത്രയും പേരുടെ മുന്നിൽ പോയി നീ വഴക്കിടാൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ഓഹോ, അപ്പൊ എന്നെ കൈവിട്ടു എന്ന് ചുരുക്കമല്ലേ എന്ന് പറഞ്ഞ് ഹീറോ ചോയെ കളിയാക്കുകയാണ്. അടുത്ത സീനിൽ ചോ താഴേക്ക് നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ചുറ്റും കൂടുന്നു. അവർ ഓരോന്നായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചോയെ ശ്വാസം മുട്ടിക്കുകയാണ്. ഈ പുതിയ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. സർ, നിങ്ങളൊരു വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നാണ് വിചാരം. സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയത് ശരി, പക്ഷെ അവർ വിദ്യാർത്ഥികളെ അടിക്കുന്നത് കുറച്ച് ഓവറല്ലേ? ഒരു കൊലപാതകയെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ ടീം പെരുമാറുന്നത്. ഇത് കേട്ടതും ചോയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വന്നു. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികളോടും ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. ആരാണ് തെറ്റ് ചെയ്യുന്നത്? ആരാണ് കുറ്റവാളി? അവരോട് മാത്രമേ ഞങ്ങൾ ഇങ്ങനെ പെരുമാറുന്നുള്ളൂ. അതുകൂടാതെ ഈ പിള്ളേർ കാട്ടിക്കൂട്ടുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അത്ര ചെറുതാണോ? കഞ്ചാവ് അടിക്കുക, മദ്യപിക്കുക, പെൺകുട്ടികളോട് മോശമായി പെരുമാറുക, അതും പോരാഞ്ഞ് അതിന്റെ വീഡിയോ വൈറലാക്കുക, ഒരാൾ ചാവുന്നതുവരെ ബുള്ളി ചെയ്യുക, ഇതൊക്കെയാണോ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്? ഞാൻ പഠിക്കുന്ന കാലത്ത് പിള്ളേരൊന്നും ഇങ്ങനെയല്ലായിരുന്നു. കുട്ടികൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിയമങ്ങൾ കർശനമാക്കണം, എങ്കിൽ മാത്രമേ അവർ നന്നാകൂ. അവർ വെറും വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇപ്പോഴേ നല്ല വഴിക്ക് നടത്താൻ നോക്കുന്നത്. ഇതിനിടയിൽ എന്റെ ടീമിനെ പിരിച്ചുവിടണമെന്നോ അല്ലെങ്കിൽ ഇത്തരം കുറ്റവാളികളായ കുട്ടികളെ സഹായിക്കണമെന്നോ പറഞ്ഞ് ആരെങ്കിലും എനിക്ക് പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ ചെയ്യുന്ന കുട്ടികളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്. എല്ലാവരുടെയും വയടപ്പിക്കുന്ന രീതിയിൽ ചോ ഒരു മാസം മറുപടി കൊടുത്ത് അവിടെ നിന്ന് മാറുന്നു. അടുത്ത സീനിൽ ഇതൊക്കെ ടിവിയിൽ കാണുന്ന പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരെ കാണിക്കുന്നു. അവർക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. ചോ ഇങ്ങനെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നാൽ ജനങ്ങൾക്കിടയിൽ നല്ല പേര് കിട്ടും. അടുത്ത ഇലക്ഷനിൽ അവന്മാർ തന്നെ ജയിക്കും. അത് നമ്മൾ സമ്മതിച്ചുകൂടാ. ഇവർ എന്തൊക്കെ നല്ലത് പറഞ്ഞാലും കുട്ടികളെ തല്ലുന്നുണ്ടല്ലോ, ആ വിഷയം വെച്ച് നമുക്ക് ഇവരെ പൂട്ടണം. ഇവരെ ഇങ്ങനെ വളരാൻ വിട്ടാൽ നമുക്ക് പണിയാകും എന്ന് പറഞ്ഞ് ആ 2 രാഷ്ട്രീയക്കാരും ഗൂഢാലോചന നടത്തുന്നു. സീൻ കട്ട് വേറൊരു കോളേജാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ നടന്നു വരുന്നു. നല്ല വെളുത്ത ഷൂ ഒക്കെ ഇട്ട്. ആ സ്ഥലമാകെ അഴുക്കാണെങ്കിലും അവന്റെ ഷൂവിൽ മാത്രം ഒരു കറ പോലും ഇല്ല. നമുക്ക് ഇവനെ ബോങ്ങെന്ന് വിളിക്കാം. അവൻ നടന്നു വരുന്ന ആ സ്കൂൾ കണ്ടാൽ ഒരു സ്കൂളാണെന്ന് പറയുകയില്ല. മുൻപിലൊക്കെ കൊടികളൊക്കെ കീറി പറഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ആകെ അലങ്കോലം. ആരെങ്കിലും ഇതൊരു കോളേജാണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ആ സമയത്താണ് കോളേജിനകത്ത് നിന്ന് കുറച്ച് പിള്ളേർ ബൈക്കിൽ പാഞ്ഞു വരുന്നത്. അവർ വന്ന് നമ്മുടെ ബോങ്ങിനെ ഇടിക്കുന്ന മട്ടിൽ മുന്നോട്ട് പോകുന്നു. ഭാഗ്യത്തിന് അവൻ താഴേക്ക് വീണത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത പണി വരുന്നത്. നിന്റെ ഷൂ കൊള്ളാമല്ലോ, ഇതൊക്കെ ഇട്ട് നീ എങ്ങോട്ടാ? നിന്നെ ഏത് പെണ്ണാണ് നോക്കാൻ പോകുന്നത്? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞു ഒരു മടിയും കൂടാതെ അവന്മാർ ആ ഷൂ ഊരി വാങ്ങിക്കൊണ്ടു പോകുന്നു. നമ്മുടെ ബോങ്ങിനെ കണ്ടാൽ ശരിക്കും പാവം തോന്നും. ആദ്യത്തെ ദിവസം തന്നെ എങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് അവൻ വെറും കാലം നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവിടെ വേറൊരു വിദ്യാർത്ഥി നിൽക്കുന്നുണ്ട്. അവൻ ആ സ്കൂളിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അവൻ ബോങ്ങിനെ നോക്കി ചോദിച്ചു, നീ ആരാ? പുതിയതാണോ? നിനക്ക് ഈ സ്കൂളിനെ കുറിച്ച് ഒന്നും അറിയില്ലേ? അറിഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? അത് കേട്ടത് ബോങ് പേടിച്ചു പോയി. അയ്യോ ചേട്ടാ, എന്നെ തല്ലരുതേ, എനിക്ക് വേറെ എവിടെ അഡ്മിഷൻ കിട്ടിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? ആരും എന്നെ തല്ലാതെ നോക്കാമോ? അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് പണം തരാം. പണം എന്ന് കേട്ടതും അവന്റെ മനം മാറി. ശരി തന്നേക്ക് എന്ന് പറഞ്ഞ് അവൻ പണം വാങ്ങി പോക്കറ്റിലിട്ടു. ചേട്ടാ, അപ്പൊ ഒരു സഹായം കൂടി ചെയ്യുമോ? എനിക്കൊരു ഷൂ കൂടി ഒപ്പിച്ചു തരുമോ എന്ന് ബോങ് ചോദിച്ചതും അവന്റെ ഭാവം മാറി. പണം തന്നെന്ന് കരുതി നീ കുറച്ച് ഓവറാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും തല്ലാനാഞ്ഞു. അത് കണ്ടതും നമ്മുടെ ബോങ് പേടിച്ച് വീണ്ടും കുറച്ച് പണം കൂടി കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇവനാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. അവന്റെ പേര് നമുക്ക് തൽക്കാലം സോ എന്ന് വിളിക്കാം. അടുത്ത സീനിൽ ബോങ് മറ്റൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. കാരണം അവൻ ചേർന്നിരിക്കുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ്. ആ ക്ലാസ്സിനുള്ളിൽ കയറി നോക്കുമ്പോൾ ജയിലിൽ കൊലപാതകൾ വരിവരിയായി ഇരിക്കുന്നത് പോലെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതെന്താ സംഗതി? ശരിക്കും ഞാൻ സ്കൂളിൽ തന്നെയാണ് വന്നത്, അതോ വല്ല ജയിലിലും പെട്ടുപോയോ എന്ന് അവന് തന്നെ ഒരു സംശയം തോന്നുന്നു. പിന്നെ അവൻ പതിയെ പോയി ഒരിടത്തിരുന്നു. അവിടെ ക്ലാസ് എടുക്കാൻ വന്ന സാർ പാഠം തുടങ്ങി. അപ്പോൾ ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു തലവനുണ്ട്. അവൻ അവിടെ സിഗരറ്റ് ഒക്കെ വലിച്ച് പക്ക റൗഡിയെ പോലാണ് ഇരിക്കുന്നത്. ക്ലാസ് എടുക്കാൻ വന്ന സാറിനോട് അവൻ പറയുകയാണ്, സാർ, നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ലേ? ഇവിടെ വന്നൊന്നും ചെയ്യാൻ പാടില്ല. മര്യാദയ്ക്ക് പുറത്തു പോയിക്കോ, ക്ലാസ് ഒന്നും എടുക്കണ്ട. അപ്പോൾ സാർ പറഞ്ഞു, നീ വല്ലാതെ സംസാരിക്കുന്നു. ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റൂ. എന്നാൽ ശരി, ആരുടെയൊക്കെ കയ്യിൽ പുസ്തകമുണ്ട് എന്ന് സാറ് ചോദിച്ചതും നമ്മുടെ ബോങ് പെട്ടെന്ന് പുസ്തകം പുറത്തെടുത്തു. ഉടനെ തന്നെ അവിടെയുള്ളവരെല്ലാം അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. എടാ, മര്യാദയ്ക്ക് ആ പുസ്തകം ഉള്ളിൽ വെച്ചോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ അവൻ പേടിച്ചത് ബാഗിൽ തന്നെ വെച്ചു. അതിനുശേഷം അവന്മാരെല്ലാം കൂടി ആ സാറിനെ തല്ലാനായി അടുത്ത് ചെന്നു. അപ്പോഴേക്കും അമ്മയുടെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ ഇനി ഇവിടെ ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് സാർ അവിടെ നിന്നും പേടിച്ചു പോകുന്നു. ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ഒരു തലവനുണ്ട്. അവനെ നമുക്ക് പാർക്ക് എന്ന് വിളിക്കാം. ഇവൻ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂട്ടി ഇന്ന് നമുക്കൊരു വിനോദമുണ്ട്, എല്ലാവരും വാട എന്ന് പറഞ്ഞ് കൈ സ്പാനറും ഒക്കെ ആയി പോവുകയാണ്. ഇതേസമയം മറ്റേ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരെല്ലാം ഒരു ആർട്ട് ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി തന്റെ ഫോണിലെ ഒരു ടാറ്റു ചിത്രം കാണിച്ചുകൊണ്ട്
ടീച്ചറോട് പറയുകയാണ്, ടീച്ചർ നിങ്ങൾ നല്ല രീതിയിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമല്ലോ, ഈ ടാറ്റു തന്റെ ശരീരത്തിൽ ഒന്ന് വരച്ചു തരുമോ, എങ്കിൽ ടാറ്റു അടിക്കുന്ന പൈസ ലാഭിക്കാമായിരുന്നു. ഇത് കേട്ട ടീച്ചർ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ലടാ, ഭ്രാന്ത് പറയാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അപ്പോഴാണ് അവിടെ ഒരു വലിയ ക്ലാസ് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് മറ്റേ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ തലവനായ പാർക്കാണ്. അവൻ അവിടെ നിന്ന് വിളിച്ചു കൂകുകയാണ്, എടാ ഭ്രാന്തൻ പിള്ളേരെ, നിങ്ങൾ എന്താ എവിടെ ഇരുന്ന് പഠിക്കുകയാണോ, ധൈര്യമുണ്ടെങ്കിൽ വാട അടിക്കാൻ എന്ന് വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടത് മറ്റവന്മാരും കയ്യിൽ കിട്ടിയ വടിയും കമ്പിയും ഒക്കെയായി ഓടിയെത്തി. പിന്നെ അവിടെ വലിയൊരു അടിപിടിയാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തല്ലുന്നു. ഇവർ എന്തിനാണ് ഇങ്ങനെ തല്ലുകൂടുന്നത് എന്ന് ആർക്കും ഒരു പിടിയുമില്ല. പക്ഷെ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ പണ്ടേ ചെയ്യില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഇവർ തല്ലുകൂടുന്നതിനിടയിൽ നമ്മുടെ സോവ അബദ്ധത്തിൽ ബോങ്ങിനെ ഇടിക്കുന്നു. ഉടനെ വേദനയോടെ ബോങ് പറഞ്ഞു, എടാ എന്നെ രക്ഷിക്കാനല്ലേ ഞാൻ പണം തന്നത്, എന്നിട്ട് നീ എന്തിനാണ് എന്നെ തല്ലുന്നത്. അയ്യോ ക്ഷമിക്കടാ, ഒരു ചെറിയ തട്ടി പറ്റിയതാണ്, നീ മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവനല്ലേ, അതുകൊണ്ട് മാറിപ്പോയതാ, നീ ഇതൊന്നും കാര്യമാക്കണ്ട, നീ വേറെ എവിടെയെങ്കിലും മാറിയിരിക്കുക എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ബോങ്ങിനെ പോലെ പാവത്താനായ വേറൊരു പയ്യൻ, ഇവനെ നമുക്ക് കിം എന്ന് വിളിക്കാം. ആ പയ്യൻ നമ്മുടെ ബോങ്ങിനെ കൂട്ടി ഒരു വശത്തേക്ക് മാറി നിന്നു. മറുവശത്ത് പൂരാടി നടക്കുവാണ്. അപ്പോൾ ബോങ് ചോദിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവർ എന്തിനാണ് ഇങ്ങനെ മാറി മാറി തല്ലുകൂടുന്നത്. അപ്പോൾ കിം ബോങ്ങിനെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതിലെ രണ്ട് തലവന്മാരുണ്ടല്ലോ, സോയും പാർക്കും, ഇവർക്ക് നഗരത്തിലെ ഒരു വലിയ ഗ്യാങ്ങിൽ ചേരണം. അതിനുവേണ്ടിയാണ് ഇവർ ഇങ്ങനെ തല്ലുകൂടുന്നത്. അതിൽ ചേരാൻ എന്തിനാണ് ഇങ്ങനെ തല്ലുകൂടുന്നത് എന്ന് ചോദിച്ചാൽ, അവർ തല്ലുകൂടുന്ന വീഡിയോ എടുത്ത് ആ വലിയ ഗ്യാങ്ങിന്റെ തലവൻ അയച്ചു കൊടുക്കും. ആ വീഡിയോ കണ്ട് ആ ഗ്യാങ്സ്റ്റർ താല്പര്യം തോന്നിയാൽ നന്നായി തല്ലുകൂടുന്നവനെ അവന്റെ ഗ്യാങ്ങിൽ എടുക്കും. അങ്ങനെ ഒരു ഗ്യാങ്ങിൽ കയറാൻ വേണ്ടിയാണ് ഈ രണ്ട് ഭ്രാന്തന്മാരും ഇങ്ങനെ അടിപിടി കൂടുന്നത്. ഇതേസമയം നമ്മുടെ ഹീറോയും ഇതേ സ്കൂളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അവൻ അവിടുത്തെ പ്രിൻസിപ്പലിനോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിയുകയാണ്. പ്രിൻസിപ്പലും ഇതേ കാര്യമാണ് പറയുന്നത്. സർ, ഇവിടെ ഒരു വലിയ ഗ്യാങ്സ്റ്റർ ഉണ്ട്, അവൻ വളരെ പ്രശസ്തനാണ്, ശരിക്കും അവൻ ഈ സ്കൂളിൽ പഠിച്ചു പോയതാണ്, അതുകൊണ്ട് തന്നെ ഈ പിള്ളേർക്ക് അവന്റെ ടീമിൽ കയറണം, അതിനായി എങ്ങനെയെങ്കിലും തല്ലുകൂടി ജയിക്കണമെന്ന് കരുതിയാണ് ഇവർ ഈ ഭ്രാന്ത് കാണിക്കുന്നത്. സർ, ഇവർക്കെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ പരാതി നൽകിയത്. ഇത് കേട്ടോ ഹീറോ വളരെ നിസ്സാരമായി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട പ്രിൻസിപ്പൽ ചോദിച്ചു, ശരി സാർ, എന്നാണ് നിങ്ങൾ തനിയെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ടീം പുറകെ വരുന്നുണ്ടോ. ഹീറോ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു, അവന്മാർക്കൊക്കെ ഞാൻ ഒരാൾ മാത്രം മതിയല്ലോ. അടുത്ത രംഗത്തിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ പാർക്ക് ആ പാമ്പയനായ കിമിനെ ക്രൂരമായി തല്ലുകയാണ്. നിനക്ക് മര്യാദയ്ക്ക് തല്ലുകൂടിക്കൂടേടാ, ആ സോയും അവന്റെ ആളുകളും നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അവൻ കിമിനെ വീണ്ടും ഉപദ്രവിക്കുകയാണ്. അത് മാത്രമല്ല ബോങ്ങും കിമും തമ്മിൽ അടിപിടി കൂടാനും അവർ പറയുന്നു. പക്ഷെ നമ്മുടെ ബോങ്ങിന് ഇതിൽ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ കിം വന്ന് നമ്മുടെ ബോങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് തല്ലുകൂടാ, നീ എന്നെ തല്ല് എന്ന് പറയുന്നു. കാരണം കിമിനെ തല്ലിച്ചതുപോലെ ബോങ്ങിനെയും അവർ തല്ലിച്ചതയ്ക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് ബോങ്ങിന്റെ നല്ലതിന് വേണ്ടിയാണ് അവൻ ഇങ്ങനെ പറയുന്നത്. ശരി ശരി, കുറച്ചു ദിവസത്തേക്ക് നീ എങ്ങനെ തല്ലുകൂടണമെന്ന് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞ് കിമിനെയും ബോങ്ങിനെയും അവർ മാറ്റി നിർത്തുന്നു. എന്നാൽ ആ പാം കിമിനെ മറ്റുള്ളവരെല്ലാം ചേർന്ന് വീണ്ടും തല്ലുകയാണ്. എല്ലാവരും ഓരോരുത്തരായി വന്ന് അവനെ ഒരു പഞ്ചിങ് ബാഗ് പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമല്ല ഓരോരുത്തരും വന്ന് ഇടിച്ചിട്ട് എന്റെ ഇടി എങ്ങനെയുണ്ട് എന്ന് അവനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അവൻ ആ വേദന മുഴുവൻ ഉള്ളിലൊതുക്കി ഒരു കപടമായ ചിരിയോടെ, ആ നീ ഇന്ന് നന്നായി ഇടിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരോടും പറയുന്നു. അടുത്ത രംഗത്തിൽ നമ്മുടെ ബോങ് കിമും കൂടി വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. കിമിന്റെ ശരീരം മുഴുവൻ നല്ല വേദന ഉള്ളത് കൊണ്ട് അവന് നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല. ബോങ് ഇത് കണ്ട് അവന്റെ ബാഗൊക്കെ വാങ്ങി സഹായിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കിമിന്റെ വീട്ടിലെത്തി. കിം ബോങ്ങിനെ ഉള്ളിലേക്ക് ക്ഷണിച്ച് അവന് കഴിക്കാൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി നൽകുന്നു. അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിം ചോദിച്ചു, നീ എന്തിനാണ് ഈ സ്കൂളിൽ വന്ന് ചേർന്നത്. എനിക്കാണെങ്കിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, പണത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇവിടെ ചേർന്നത്. നിനക്ക് മറ്റേതെങ്കിലും നല്ല സ്കൂളിൽ പോകാമായിരുന്നില്ലേ. ട്രാൻസ്ഫർ വാങ്ങി ഇവിടെ വന്നിരിക്കുന്നു, ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ തുടരരുത്, ഇവിടെ നിന്ന് പോയിക്കോ. താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മറ്റാരും അനുഭവിക്കരുത് എന്ന കരുതലോടെയാണ് അവൻ ബോങ്ങിനോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ബോങ്ങിന് അവനോട് വലിയൊരു ബഹുമാനവും സഹതാപവും തോന്നുന്നു. ഇവൻ ഇത്രയും നല്ലൊരു പയ്യനായിട്ടും ഇവിടെയുള്ളവർ ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നു. ആ സമയത്താണ് അവിടെ മറ്റാരോ വരുന്നത്. നോക്കുമ്പോൾ അത് കിമ്മിന്റെ അമ്മയാണ്. അമ്മ ബോങ്ങിനെ കണ്ടിട്ട്, ഇതാരാ, നിന്റെ കൂട്ടുകാരനാണോ, നീ അവന് നൂഡിൽസ് ആണ് ഉണ്ടാക്കി കൊടുത്തത്, നീ ഇവിടെ ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണം പാകം ചെയ്തു തരാമെന്ന് പറഞ്ഞ അമ്മ പോകുന്നു. അമ്മ കടലുമായി ബന്ധപ്പെട്ട് എന്തോ ജോലി ചെയ്യുന്നത് കൊണ്ട് അവിടെ ഷൂസ് ഒക്കെ നല്ല പോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കിം ഉടനെ തന്നെ കുറച്ച് പത്രക്കടലാസുകൾ എടുത്ത് ആ ഷൂസിനുള്ളിലേക്ക് വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഷൂ നല്ല പോലെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് പിറ്റേ ദിവസം അത് തന്നെ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ ന്യൂസ് പേപ്പർ വെക്കുന്നത്, വെള്ളമൊക്കെ അത് വലിച്ചെടുക്കുമല്ലോ എന്ന് പറയുന്നു. ഇത്രയും കഷ്ടപ്പെടുന്ന കിം അവിടെയും കഷ്ടപ്പെടുകയാണല്ലോ എന്ന് ബോങ് സങ്കടത്തോടെ വീണ്ടും ആലോചിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ കിം പതുപോലെ സ്കൂളിലേക്ക് വരുന്നു. വീണ്ടും ആ റൗഡി പിള്ളേരെയൊക്കെ കണ്ടിട്ട്, ഇന്നിവന്മാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ കറക്റ്റ് അവന്റെ പുറകെ നമ്മുടെ ഹീറോ വന്ന് നിൽക്കുന്നു. എന്താടാ കിമോനെ, സുഖമാണോ, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്കൂളിൽ വരുന്നത്, മിണ്ടാതെ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോയിക്കോടെ, പിന്നെ ഞാൻ എന്താ ചെയ്യാ, എനിക്കിതല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഹീറോയെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ആരാ, എന്റെ പേര് എങ്ങനെ നിങ്ങൾക്കറിയാം, അതൊക്കെ പോകെ പോകെ നിനക്ക് മനസ്സിലാകും, നീ ഇപ്പൊ ഉള്ളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ഹീറോ അവനെ അകത്തേക്ക് വിടുന്നു. ആ സമയത്താണ് ആരോ വഴുതി താഴെ വീഴുന്നത്. നോക്കിയപ്പോ അത് നമ്മുടെ ബോങ് ആണ്. ഹലോ സാർ, ഞാനാണ് ബോങ് എന്ന് പറയുമ്പോൾ, അയക്കോ അതിനിപ്പോ എന്താ എന്ന് ഹീറോ, അയ്യോ സാർ, ഞാൻ നിങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന ആളാ, നിങ്ങൾക്ക് കുറച്ച് തെളിവുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, ഒന്ന് നോക്കൂ, ഇവന്മാർ എത്രത്തോളം മോശക്കാരാണെന്ന് അതിൽ നിന്ന് മനസ്സിലാകും എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു വലിയ കാര്യം മനസ്സിലാകുന്നത്. സത്യത്തിൽ നമ്മുടെ ബോങ് ഒരു സ്റ്റുഡന്റ് ഒന്നുമല്ല, അവൻ നമ്മുടെ ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഹീറോ തന്നെയാണ് അവനെ അങ്ങോട്ട് അയച്ചത്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ പോയി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കി നമ്മുടെ ഹീറോയ്ക്ക് തെളിവുകൾ അയച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് ബോങ് ഇതൊക്കെ നോട്ട് ചെയ്ത് വീഡിയോ അയച്ചു കൊടുത്തത്. അടുത്ത സീനിൽ ലഞ്ച് ബ്രേക്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോങ്ങിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അവൻ ചെയ്യുന്ന മോശം ആംഗ്യങ്ങളൊക്കെ
ആയുധങ്ങളൊക്കെ കാണിച്ച് ഡാ നിങ്ങളൊക്കെ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചവരാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ തൊടടാ എന്ന് പറഞ്ഞ് അവരെ ഭയങ്കരമായി ദേഷ്യം പിടിപ്പിക്കുന്നു. ഇത് കേട്ട മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പാർക്ക് അവനെ ജീവനോടെയോ ഒന്നോ കൊണ്ടുവരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് തരാമെന്ന് പറയുന്നു. ഇത് കേട്ടതും ബോങ്ങിനെ തിരഞ്ഞ് എല്ലാവരും പുറകെ ഓടുന്നു. നമ്മുടെ ബോങ് അവിടെ ഒരു വലിയ ഓഡിറ്റോറിയം പോലുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ ഒരു മേശയുടെ പുറകെ ഒളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ എൻട്രി. നമ്മുടെ ഹീറോ വാതിലൊക്കെ ചങ്ങലയിട്ട് ലോക്ക് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളൊക്കെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ എന്നെ കണ്ടതിൽ നിങ്ങൾക്ക് ആർക്കും സന്തോഷമുണ്ടാകില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഡാ ആരാടാ നീ, നിന്നെ കണ്ട് ഞങ്ങൾ എന്തിനാടാ പേടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ പറയുന്നു, മച്ചാനെ ഒരു സ്കൂളിലെ പിള്ളേരെയൊക്കെ അടിച്ച് ശരിയാക്കിയെന്ന് പറഞ്ഞ് ട്രെൻഡിംഗ് ആയ വീഡിയോ ഇല്ലേ, അത് ഇവന്റെ ആടാ. ഓ ആ സ്കൂൾ ഒരാളെ അടിച്ച് നന്നാക്കിയെന്ന് കരുതി നമ്മുടെ സ്കൂൾ അത് നടക്കുമോ? തമ്പി ഇവിടെയൊന്നും നിന്റെ പരിപ്പ് വേവില്ല, മര്യാദയ്ക്ക് പുറത്തെ പോയിക്കോ എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കര മോശമായി സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഹീറോ, അനിമാരെ ഇവിടെ ഒന്ന് നോക്ക്, ഞാൻ നിങ്ങൾക്ക് മൊത്തം 3 ഓപ്ഷൻ തരാം. ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് നല്ല വഴിക്ക് നടത്തി നല്ല സ്റ്റുഡൻസ് ആക്കാൻ വേണ്ടി ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പണം ചിലവാക്കുന്നുണ്ട്. ഇതൊരു ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് ഒത്തിരി ചിലവാക്കിയിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ നന്നായതായി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആ പണമൊക്കെ എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പൊക്കോണം. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ സ്ഥലം വിട്ട് പുറത്തു പോകണമെന്ന് വിചാരിക്കുന്നവർ എന്നെ അടിച്ച് ധൈര്യമായിട്ട് പുറത്തു പോകാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അവനെ അടിക്കാൻ വരുന്നു. പക്ഷെ നമ്മുടെ ഹീറോ അടിപൊളി മാസല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഓരോ അടി കൊടുത്ത് താഴെയിടുന്നു. ഈ മൂവിയിലെ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, നോക്കിയിരുന്നു പോകും. ഓ സോറി, നമുക്ക് കഥയിലേക്ക് വരാം. ഇപ്പോൾ നടക്കുന്ന ഈ ഫൈറ്റ് കോമഡിയും ത്രില്ലും മിക്സ് വേർഷൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ എല്ലാവരെയും വെറുത്തനമായി തല്ലി താഴെയിടുന്നു. ഇതൊക്കെ കണ്ടു ബോങ് വായും പൊളിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന മട്ടിൽ. ഇപ്പോൾ ഹീറോ അവന്റെ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നു, നിങ്ങൾക്ക് പണം തരാൻ കഴിഞ്ഞില്ല, അതേസമയം എന്നെ മറികടന്ന് പുറത്തു പോകാനും കഴിഞ്ഞില്ല. അപ്പോൾ മൂന്നാമതായി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മിണ്ടാതെ 3 വർഷം ഇരുന്ന് പഠിച്ചിട്ട് പോക്കണം. ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ ബോർഡിൽ നമ്മുടെ ഹീറോ ഇവർ ഇനി എങ്ങനെ ഇരിക്കണം, ഏത് ക്ലാസ്സിലൊക്കെ വരണം എന്നൊക്കെ ടൈം ടേബിൾ വെച്ച് പറയുന്നു. ഇത്രയും ഞങ്ങൾ എങ്ങനെ പഠിക്കാനാ, ഇത് ഓവറല്ലേ, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ, ക്ലാസ് കട്ട് ചെയ്ത് നടന്നപ്പോൾ ഇതൊന്നും ഓർത്തില്ലല്ലോ, അപ്പൊ മിണ്ടാതെ ഇരുന്ന് പഠിച്ചിട്ട് പോകാൻ നോക്കിയോ, വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുതും. ഇതും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോ പോകാൻ തുടങ്ങുമ്പോഴേക്കും ആ 2 ഡിപ്പാർട്ട്മെന്റ് തലവന്മാരില്ലേ പാർക്കും സോയും അവർ ബാഗിനുള്ളിൽ നിന്നും എന്തോ ഒരു സാധനം എടുത്ത് നമ്മുടെ ഹീറോ അടിക്കാൻ നോക്കുന്നു. എത്ര കിട്ടിയാലും നീ ഒന്നും നന്നാവില്ലടാ എന്ന് പറഞ്ഞ് കണക്കിന് അമരെ എടുത്ത് അലക്കി വിടുന്നു നമ്മുടെ ഹീറോ. അപ്പോഴേക്കും ക്ലാസ് എടുക്കാൻ സാർ വരുന്നു. സാർ ധൈര്യമായി ക്ലാസ് എടുത്തു, അവന്മാർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷെ ക്ലാസ് തുടങ്ങിയ ഉടനെ തന്നെ അവന്മാർ വീണ്ടും പണി തുടങ്ങി. സോ പറയുകയാണ്, എന്റെ കയ്യിൽ നോട്ടില്ല, ബുക്കില്ല, പേനയില്ല, ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഹീറോ ചോദിച്ചു, നീ ഒരു സ്റ്റുഡൻസ് അല്ലേ, അടിക്കാനുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെക്കാൻ അറിയാം, അടിക്കാനുള്ളത് എടുക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ അവൻ കൈവിരലുകൾ കൊണ്ട് ഒരുമാതിരി മോശം ആംഗ്യം കാണിക്കുകയാണ്. ഇത് നമ്മുടെ ഹീറോയ്ക്ക് പിടിച്ചില്ല. ഓ ശരി, നീ നിന്റെ വിരലുകൾ കൊണ്ട് എഴുതിക്കോ എന്നും പറഞ്ഞ് അവന്റെ കൈവിരൽ അങ്ങ് ഒടിച്ചു കളയുന്നു. പാവം അവൻ പിന്നെ കയ്യിൽ കെട്ടുമിട്ട് ആരോടോ പേന കടം വാങ്ങി എഴുതാൻ തുടങ്ങി. ഹീറോ ചോദിച്ചു, ഇനി ആർക്കാടാ പേനയും നോട്ടുമില്ലാത്തത്? പേടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തുള്ളവരിൽ നിന്നൊക്കെ വാങ്ങി എഴുതാൻ തുടങ്ങി. ഇങ്ങനെ പോകുമ്പോൾ പാർക്കിന് നല്ല കലപ്പ് കയറി. എനിക്കിങ്ങനെ ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ല, എന്താണെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ട് കാണിച്ചതാ, മോട്ടറും ഇലക്ട്രിക്കും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയോ, നേരിട്ട് കാണിച്ചതാ എന്ന് അവൻ വിളിച്ചു പറയുന്നു. ഇത് കേട്ട ഹീറോ, ശരി എന്നാൽ അങ്ങനെ ആകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരു കാറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ കാറിനാണെങ്കിൽ ബ്രേക്കുമില്ല. ഹീറോ ആ സോയി ബാർക്കിനെ മാത്രം കാറിൽ കയറ്റി ഇരുത്തിയിട്ട് നന്നായി പിടിച്ചിരുന്നു. നമുക്കൊരു റൈഡ് പോയി വരാമെന്ന് പറഞ്ഞ് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവന്മാരാണെങ്കിൽ പേടിച്ചു വിറച്ചു. അയ്യോ സാർ, അറിയാതെ പറഞ്ഞു പോയതാ, ഞങ്ങളോട് ക്ഷമിക്കണം, എങ്ങനെയെങ്കിലും ഈ വണ്ടി ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഹീറോ വിടുമോ? അതൊന്നും പറ്റില്ല, ഇതിന്റെ ബ്രേക്ക് പോയതാ, ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു, ഇതും ഒരു പ്രാക്ടിക്കൽ വർക്കല്ലേ എന്ന് ചോദിച്ച് ഹീറോ വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്തു. ഒടുവിൽ ഒരു ഭിത്തിയുടെ നേരെ പോയി ഇടിക്കാൻ ഭാഗത്തിന് പോകുന്നു. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മുടെ ഹീറോ മാസായി വണ്ടി നിർത്തി. ഇത് കണ്ട് ബാക്കി സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ ഹീറോയെ മാസായിട്ട് തന്നെ അഭിനന്ദിക്കാൻ തുടങ്ങുന്നു. വാ സൂപ്പർ, അടിപൊളി, ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി അഭിനന്ദിക്കാൻ തുടങ്ങി. അടുത്ത സീനിൽ പാർക്കും സോയും കൂടെ ആ പാമ്പയനായിക്കുമിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. നീ തന്നെയല്ലേ കംപ്ലൈന്റ് ചെയ്തതെന്ന് ചോദിച്ച് അടിക്കാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹീറോ വരുന്നു. നിങ്ങളെ തല്ലിയും നോക്കി പേടിപ്പിച്ച് നോക്കി, നിങ്ങളൊന്നും നന്നാകില്ലേ എന്ന് ചോദിച്ച് ഈ അവന്മാരെ തല്ലാനാഞ്ഞു. പക്ഷെ അപ്പോൾ കിം പറയുകയാണ്, അയ്യോ സാർ, അവർ എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല സാർ, അവരെ തല്ലണ്ട എന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കുന്നു. പിന്നീട് ബോങ് കിമിനോട് ചോദിച്ചു, അവർ നിന്നെ എത്രമാത്രം തല്ലിയതാ, നീ എന്തിനാ അവരെ രക്ഷിച്ചത്? അപ്പോൾ കിം പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ഈ പ്രശ്നം ഇനിയും വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. സാർ കഷ്ടപ്പെട്ട് ക്ലാസ് ഈ രീതിയിലാക്കി എടുത്തതല്ലേ, അത് നശിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ തടഞ്ഞത്. അന്ന് രാത്രി സ്പെഷ്യൽ ക്ലാസ് എടുക്കുമ്പോൾ ഹീറോ പുറത്തിരിക്കുകയാണ്. ബാത്റൂമിൽ പോയ പാർക്കും സോയും അവിടെയുള്ള ഒരു ചെറിയ ജനൽ വഴി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ അത് സ്ക്രൂ ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴാണ് ബോങ് അങ്ങോട്ട് വരുന്നത്. അവർ അവന്റെ പോക്കറ്റൊക്കെ തിരഞ്ഞ് ഒരു മൾട്ടി ടൂൾ കണ്ടുപിടിക്കുന്നു. അത് വെച്ച് സ്ക്രൂ ഒക്കെ അഴിച്ച് അവർ ജനൽ തുറന്ന് രക്ഷപ്പെടാൻ നേരം ബോഗിനെ കൂടി കൊണ്ടുപോവുകയാണ്. അവൻ ചെന്ന് സാറിനോട് പറയരുതല്ലോ. അങ്ങനെ അവർ 3 പേരും കൂടെ ഒരു ക്ലബിൽ എത്തുന്നു. തുടക്കം മുതൽ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ഇല്ലേ, അവന്റെ അടുത്താണ് അവർ വന്നത്. അവനെ കണ്ടതും അവർ ഭയങ്കരമായി വണങ്ങുന്നു. എന്നിട്ട് സ്കൂളിൽ നടക്കുന്ന കാര്യം ഗ്യാങ്സ്റ്ററിനോട് പറയുകയാണ്. പുതുതായി ഞങ്ങളുടെ സ്കൂളിൽ ഒരുത്തൻ വന്നിട്ടുണ്ട്, അവനെ ഞങ്ങളെ തിരുത്തണം, പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടോർച്ചറാണ്. ബോസ് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണം, നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ഗ്യാങ്ങിൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ സ്വപ്നം, പിന്നെ ഞങ്ങളൊന്നും പഠിച്ച് വലിയ ജോലിയൊന്നും വാങ്ങാൻ പോകുന്നതുമില്ല എന്നൊക്കെ ഗ്യാങ്സ്റ്ററിനോട് അവന്മാർ പറയുകയാണ്. ഇതൊക്കെ കേട്ട ഗ്യാങ്സ്റ്റർ ചിന്തിക്കുകയാണ്, ഇത്രയും ചെറിയ പിള്ളേരൊക്കെ വന്ന് ചോദിക്കുകയല്ലേ, അപ്പൊ നമ്മുടെ ഗെത്തൊന്ന് കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ അടുത്ത സീന് ക്ലാസ്സിന് വെളിയിലായിരുന്ന നമ്മുടെ ഹീറോ ഉള്ളിലേക്ക് വന്ന് നോക്കുന്നു. എവിടെ ആ 2 പ്രകാശമൂർത്തികളെയും കാണുന്നില്ല. ഒപ്പം ബോങ് എവിടെ പോയി എന്നും പറഞ്ഞ് ഹീറോ ചുറ്റും നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്തേക്ക് അവന്മാർ 3 പേര് വരികയാണ്. ഡാ എന്തൊക്കെ ആട്ടമാണ് ആടിയത്, ഇന്നത്തോടെ നിന്റെ കഥ കഴിയുമടാ എന്ന് സോ പറയുമ്പോൾ
കേട്ടപ്പോൾ ഹീറോ ചോദിച്ചു, ഓ അങ്ങനെയാണോ? എന്റെ വായിക്ക് ഒത്തിരി നിങ്ങളൊന്നുണ്ടല്ലോ, ആരെങ്കിലും അടിക്കാൻ ആളൊക്കെ കൂട്ടി വന്നിരിക്കുകയാണോ? അപ്പോൾ പാർക്ക് പറയുകയാണ്, ദാ വരുന്നുണ്ടടാ ഞങ്ങളുടെ ബോസ്, ഇതാ വന്നെത്തി. അപ്പോഴേക്കും ഗ്യാങ്സ്റ്റർ ബൈക്കിൽ വന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ച് ഹെൽമെറ്റ് ഊരുന്നു. ഇതൊക്കെ കണ്ട് സ്റ്റുഡൻസ് ഒക്കെ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. പോരാഞ്ഞിട്ട് നോക്കടാ, ഞങ്ങളുടെ മാസാടാ, ഗത്താടാ, ഞങ്ങളുടെ തല വന്നടാ എന്നൊക്കെ ഭയങ്കര ആവശ്യത്തോടെ വിളിച്ചു പറയുന്നു. ഈ വന്ന ഗ്യാങ്സ്റ്ററിന് നമ്മുടെ ഹീറോ ആരാണെന്ന് അറിയില്ലല്ലോ. അതിനുശേഷം അവർ തമ്മിൽ നല്ല ഒരടി നടക്കുന്നു. നമ്മുടെ ഹീറോയ്ക്ക് തുടക്കത്തിൽ ഒരടി പോലും കൊള്ളുന്നില്ല. ഹീറോ അവനെ തിരിച്ചും മറിച്ചുമിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ ഗ്യാങ്സ്റ്റർ ഹീറോയുടെ ഇടുപ്പിൽ പിടിച്ച് നേരെ പുറകിലേക്ക് എടുത്ത് മലർത്തി അടിച്ചു. നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അവൻ ജസ്റ്റ് കൈയൊക്കെ വെച്ച് സേഫ് ആയിട്ട് തന്നെയാണ് വീണത്. എങ്കിലും അവന്മാരുടെ മുന്നിൽ കുറച്ചുനേരം ബോധം കെട്ടതുപോലെ ഹീറോ അഭിനയിക്കുകയാണ്. ഈ സമയം അവൻ ആ സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, കണ്ടോടാ, എന്റെ മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല, ഞാനാണ് ഇവിടത്തേക്ക്, നമ്മളൊക്കെ വലിയ ഗത്താണ്, മനസ്സിലായോ? എല്ലാവരും എന്റെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞ് എന്തോ സ്കൂളിലേക്ക് ആളെ കൂട്ടുന്നത് പോലെ സ്വന്തം ഗ്യാങ്ങിന്റെ പ്രമോഷൻ നടത്തുകയാണ് പുള്ളി. അവന്മാരും അവന്റെ പേര് വിളിച്ച് മാസാടാ, ഗത്താടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് നമ്മുടെ ഹീറോ എഴുന്നേറ്റ് വന്ന് അവരോടൊപ്പം കൈയടിച്ച് അവന്റെ പേര് വിളിക്കാൻ തുടങ്ങി. എന്താടാ, ഇവനാണ് നിങ്ങളുടെ ഗ്യാങ്സ്റ്റർ, ഇവന് നേരെ ചൊവ്വേ അടിക്കാൻ പോലും അറിയില്ല, ഇവനെ പോലെ ഒരുത്തന്നെ ഇൻസ്പിറേഷനായി കണ്ട് നിങ്ങൾ എങ്ങനെ ബഹളം വെക്കുകയാണ്? ഇപ്പൊ എന്താ, ഇവ ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ, അത്രയല്ലേ ഉള്ളൂ, ദാ കണ്ടോ എന്ന് പറഞ്ഞ് ഹീറോ അവനെ വളഞ്ഞിട്ട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങുകയാണ്. എന്റെ ആളുകളെല്ലാം കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് വരുമടാ, നീ തീർന്നടാ എന്ന് അവൻ പറയുമ്പോൾ വരട്ടെ, വന്നതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞ് ഹീറോ വീണ്ടും അവന്റെ നെറ്റിലിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നു. അവനെ അടിച്ച കൈയോടെ വീൽ ചെയർ അവനെ വലിച്ചിഴിച്ച് ഗേറ്റിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഇവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാൻ വേണ്ടി. അടുത്ത സീനിൽ ചോയ് പ്രതിപക്ഷത്തിലുള്ള ഒരാളും തമ്മിലുള്ള ഡിബേറ്റ് കാണിക്കുന്നു. വിദ്യാർത്ഥികളോട് നമ്മൾ ഇത്രയും കഠിനമായി പെരുമാറണമോ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരെ അടിച്ചു നന്നാക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കൂടുതലായി തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, പണ്ടത്തെ കാലത്ത് ഇങ്ങനെ അല്ലല്ലോ, വിദ്യാർത്ഥികളെ നല്ല വഴിക്ക് നയിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഇതുപോലുള്ള പല പ്ലാറ്റ്ഫോമുകൾ വന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മേൽ കൈവച്ചാൽ തന്നെ നമ്മൾ എന്തോ തെറ്റ് ചെയ്തു, അവർ ക്രൂരമായി പീഡിപ്പിക്കുന്നു, മനുഷ്യാവകാശം ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കേസുകളാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം അഹങ്കാരം വരുന്നത്. ഇപ്പോൾ തെറ്റ് ചെയ്യാത്തവനും അത് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം എന്ത് ചെയ്താലും ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്ന മൈൻഡ് സെറ്റ് ആണ് അവർക്ക്. അതുകൊണ്ടാണ് ഇത്രയും കർശനമായ നിയമങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ടീമിന് വേണ്ടി ഒരു മിലിറ്ററി ഓഫീസറാണ് ഞങ്ങൾ നിയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്ന ഗേറ്റിന്റെ മറുപുറത്ത് കുറെ ഗുണ്ടകൾ വന്ന് നിൽക്കുന്നതാണ്. ആ ഗുണ്ടകളെ നോക്കി നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, ഇതിൽ ആരൊക്കെയാണോ സ്റ്റുഡൻസ്? ഉണ്ടെങ്കിൽ മാറി നിൽക്ക്, അവരെ ഞാൻ പക്വതയോടെ കൈകാര്യം ചെയ്യാം. പക്ഷെ ആരും മിണ്ടില്ല. എങ്കിൽ വാടാ എന്ന് പറഞ്ഞ് ഹീറോ അങ്ങോട്ട് കയറി. പിന്നെ അവിടെ നടന്നത് ഒന്നൊന്നര തല്ലായിരുന്നു. പെയ്യുന്ന മഴയത്ത് വരുന്നവനെയൊക്കെ ഇട്ട് പെരുമാറി പറത്തി വിടുകയാണ് ഹീറോ. അവരുടെ മെയിൻ ഹെഡിനെ കാറിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് നിന്നെ പോലുള്ളവന്മാർ ഉള്ളത് കൊണ്ടാണ് ഇവന്മാരൊക്കെ ചീത്തയാകുന്നത് എന്ന് പറഞ്ഞ് തല്ലിച്ചതയ്ക്കുന്നു. ഇത് കണ്ടതൊക്കെ ബാക്കി റൗഡികളൊക്കെ പേടിച്ചു വിറച്ചു. തങ്ങൾ വെറും പേപ്പർ റൗഡികളാണെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി. കൂട്ടത്തിലെ മെയിൻ പീസുകളായ പാർക്കും സോയും ഓടി വന്ന് ഹീറോയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു. പക്ഷെ ഹീറോ പറഞ്ഞു, എന്നോടല്ലടാ, നിങ്ങൾ ദ്രോഹിച്ച ആ കിമ്മിനോട് പോയി മാപ്പ് ചോദിക്കുക. അവർ ഓടിച്ചെന്ന് അവന്റെ കാലിൽ വീണു. തന്റെ നരക ജീവിതം അവസാനിച്ചതോർത്ത് കിമ്മിന്റെ കണ്ണുകൾ നിറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഹീറോ അവർക്ക് വലിപ്പമുള്ള ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു തുലഞ്ഞോളൂ, പക്ഷെ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ജീവിതം നശിപ്പിക്കരുത്. അതിനുശേഷം ആ ഗുണ്ടാ സംഘത്തെ മുഴുവൻ പോലീസ് വന്ന് പൊക്കി. റൗഡി ലുക്കിൽ നടന്ന പിള്ളേരൊക്കെ ടാറ്റു ഒക്കെ മാറ്റി നല്ല കുട്ടികളായി. ഒടുവിൽ സ്കൂളിലെ ഇത്തരം അക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഈ സ്പെഷ്യൽ ടീമിന്റെ കർശനമായ നടപടികൾ ഇനിയും തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോയ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതോടെ സീൻ അവസാനിക്കുന്നു. അടുത്ത സീനിൽ ചോയ് ഓഫീസിലേക്ക് വരുമ്പോൾ ബോങ് പറയുകയാണ്, സാർ, സ്കൂളിലെ ഓപ്പറേഷൻ നിങ്ങൾ തന്ന പൈസ ഒന്നും തികഞ്ഞില്ല. പിന്നെ എന്നെ തല്ലാൻ വന്നവന് കൊടുക്കേണ്ടി വന്ന കാശ്, പിന്നെ എന്റെ ഷൂസിന്റെ പൈസ, ഇതൊക്കെ ഒന്ന് കൂട്ടി തരണേ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കാശ് ഞാൻ തരാമെന്ന് ചോയ് പറയുന്നു. ഇതൊക്കെ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ഇവൻ കണക്ക് വെച്ച് ചോദിക്കുന്നല്ലോ എന്ന രീതിയിൽ നമ്മുടെ ഹീറോ ചിരിക്കുകയാണ്. പക്ഷെ കഥ ഇവിടെ മാറുകയാണ്. ആ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഹീറോയെ കുറിച്ചുള്ള ഒരു രഹസ്യം കണ്ടെത്തിയിരിക്കുന്നു. 2 വർഷം മുമ്പ് നടന്ന ഒരു മരണാന്തര ചടങ്ങിന്റെ ഫോട്ടോയാണ് അവന്റെ കയ്യിലുള്ളത്. അതിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും പിടിച്ച് ഹീറോ നിൽക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ ചോയുമുണ്ട്. അപ്പോൾ ആ സമയത്ത് മരിച്ച ആ പെൺകുട്ടി ആരാണ്? എന്തുകൊണ്ടാണ് ഹീറോയും ചോയും ഒന്നിച്ച് ആ ചടങ്ങുകൾ പങ്കെടുത്തത്? വലിയൊരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ ഫ്രം മാജിക് സ്റ്റോറി മേക്കർ. എന്റെ ഈ വീഡിയോ